ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. ഒന്നാംഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന 102 മണ്ഡലങ്ങളിൽ നാളെ വോട്ടെടുപ്പ് നടക്കും. മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. തമിഴ്നാട്ടിലെ 39 മണ്ഡലങ്ങളിലും ലക്ഷദ്വീപിലും നാളെയാണ് വോട്ടെടുപ്പ്. നാലാംഘട്ട തിരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. ബഹിരാകാശ മേഖലയിൽ 100% വരെ വിദേശ നിക്ഷേപം അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തു. തൃശൂർ പൂരത്തിന്റെ വരവറിയിച്ച് പൂര വിളംബരം ഇന്ന് നടന്നു. ലോകപ്രശസ്തമായ തൃശൂർ പൂരം നാളെ. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ആദ്യഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ രാജ്യത്ത് പൂർത്തിയായി. 17 സംസ്ഥാനങ്ങളിലെയും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 102 മണ്ഡലങ്ങളിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കുക. 1625 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. പരസ്യപ്രചാരണം ഇന്നലെ അവസാനിച്ചിരുന്നു. വീടുകൾ തോറും കയറിയിറങ്ങിയുള്ള നിശബ്ദ പ്രചാരണമാണ് ഇന്ന് നടക്കുന്നത്. ഒറ്റഘട്ടമായി തിരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിലെ 39 മണ്ഡലങ്ങളിലും നാളെയാണ് വോട്ടെടുപ്പ്. ലക്ഷദ്വീപ്, പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ, ഉത്തരാഖണ്ഡ്, അരുണാചൽ പ്രദേശ്, മേഘാലയ, മിസോറാം, നാഗാലാന്റ്, സിക്കിം എന്നിവിടങ്ങളിലും നാളെ വോട്ടെടുപ്പ് പൂർത്തിയാവും. രാജസ്ഥാനിലെ 12 മണ്ഡലങ്ങളിലും ഉത്തർപ്രദേശിലെ 8ഉം മധ്യപ്രദേശിലെ 6ഉം അസം, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെ 5 വീതം സീറ്റുകളിലും ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കും. ബീഹാറിൽ 4ഉം പശ്ചിമബംഗാളിൽ 3ഉം മണിപ്പൂരിൽ 2ഉം ഛത്തീസ്ഗഡിലെയും ത്രിപുരയിലെയും ജമ്മു കശ്മീരിലെയും ഓരോ സീറ്റിലും നാളെയാണ് വോട്ടെടുപ്പ്. അരുണാചൽ പ്രദേശ്, സിക്കിം നിയമസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പും നാളെ നടക്കും. ഒരു ലോക്സഭാ മണ്ഡലം മാത്രമുള്ള ലക്ഷദ്വീപിൽ വോട്ടെടുപ്പ് നാളെ നടക്കും. നിശബ്ദ പ്രചാരണം ദ്വീപുകളിൽ തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൽ സലാം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിന് വളരെ മുമ്പ് തന്നെ കടലിലും കരയിലുമായി ദ്വീപുകൾ താണ്ടി പ്രചാരണ പരിപാടികൾ ആരംഭിച്ചിരുന്നു. NCP ശരത് പവാർ പക്ഷ സ്ഥാനാർത്ഥി മുഹമ്മദ് ഫൈസൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഹംദുള്ള സയ്യിദ് എന്നിവരുടെ അന്തിമഘട്ട പ്രചാരണ പരിപാടികൾ മിനിക്കോയ്, കൽപ്പേനി, കവരത്തി എന്നീ ദ്വീപുകൾ പിന്നിട്ട് ജന്മനാടായ അന്ത്രോത്ത് ദ്വീപിൽ വോട്ടർമാരെ സമീപിക്കുകയാണ്. NCP അജിത് പവാർ പക്ഷ സ്ഥാനാർത്ഥി TP യൂസഫും സ്വതന്ത്ര സ്ഥാനാർത്ഥി K കോയയും ദ്വീപുകളിൽ പ്രചാരണ രംഗത്ത് സജീവമാണ്. ഓരോ പാർട്ടികളുടെയും കൊട്ടിക്കലാശ പരിപാടികൾ ഇന്നലെ വിവിധ ദ്വീപുകളിലായി അവസാനിച്ചു. രാജ്യത്തെ ഏറ്റവും ചെറിയ ലോക്സഭാ നിയോജകമണ്ഡലമായ ലക്ഷദ്വീപിൽ ഓരോ വോട്ടുകളും നിർണായകമായതുകൊണ്ട് തന്നെ രാജ്യത്തിനകത്തും വിദേശത്തുമായി ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ദ്വീപ് നിവാസികളാണ് കപ്പൽ വ്യോമയാന മാർഗം ദ്വീപുകളിൽ തിരിച്ചെത്തിയത്. അർഹരായ പരമാവധി വോട്ടർമാരെ ദ്വീപുകളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ട മികച്ച കപ്പൽ ഗതാഗത ക്രമീകരണങ്ങൾ, ഒപ്പം 10 ദ്വീപുകളിലെ 55 പോളിംഗ് സ്റ്റേഷനുകളിലായി ഭിന്നശേഷിയുള്ളവർക്കായി പ്രത്യേക സഹായ ഉപകരണങ്ങൾ ഉൾപ്പെടെ എല്ലാ സേവന സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയതായി റിട്ടേണിംഗ് ഓഫീസർ അർജുൻ മോഹൻ അറിയിച്ചു. കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ദേശീയ നേതാക്കളെയടക്കം രംഗത്തെത്തിച്ച് 3 മുന്നണികളും പ്രചാരണം ശക്തമാക്കി. കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ രാജ്നാഥ് സിംഗ് ഇന്ന് കൊല്ലത്ത് തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കും. ഇന്നലെ അദ്ദേഹം കാസർഗോഡ്, വടകര, കണ്ണൂർ മണ്ഡലങ്ങളിൽ പ്രചാരണ റാലികളിൽ പങ്കെടുത്തു. കേന്ദ്ര വ്യോമയാന സഹമന്ത്രിയും BJP നേതാവുമായ VK സിംഗും തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം കേരളത്തിലെത്തും. മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് പാലക്കാടും കോട്ടയത്തും കണ്ണൂരും നടക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. കർണാടക ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ DK ശിവകുമാറും കോൺഗ്രസിനായി പര്യടന രംഗത്തുണ്ട്. കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി, രേവന്ത് റെഡ്ഡി തുടങ്ങിയവർ വരും ദിവസങ്ങളിൽ UDF പ്രചാരണത്തിനെത്തും. BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ നാളെ കോട്ടയം മണ്ഡലത്തിൽ പ്രചാരണം നടത്തും. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വടകരയിലും കോഴിക്കോട് മണ്ഡലത്തിലെ ഉള്ളിയേരിയിലും പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. CPI ജനറൽ സെക്രട്ടറി D രാജയും സംസ്ഥാനത്ത് പ്രചരണത്തിനുണ്ട്. CPIM പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി നാളെ കോട്ടയത്ത് പര്യടനം നടത്തും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പൊന്നാനി മണ്ഡലത്തിൽ പര്യടനം നടത്തും. കേരളത്തിൽ 20 മണ്ഡലങ്ങളിൽ ഈ മാസം 26-നാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. നാലാംഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. 9 സംസ്ഥാനങ്ങളിലെയും ജമ്മു കശ്മീരിലെയും 96 മണ്ഡലങ്ങളിലാണ് നാലാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. നാമനിർദ്ദേശ പത്രികകൾ ഈ മാസം 25 വരെ സമർപ്പിക്കാം.
26-നാണ് സൂക്ഷ്മ പരിശോധന. ഏപ്രിൽ 29 വരെ പത്രികകൾ പിൻവലിക്കാൻ അവസരമുണ്ട്. മെയ് 13-നാണ് വോട്ടെടുപ്പ്. ആന്ധ്രാപ്രദേശിലെ 25 മണ്ഡലങ്ങളിലും തെലങ്കാനയിൽ 17 ഉത്തർപ്രദേശിൽ 13 സീറ്റുകളിലും 4ാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ്. മഹാരാഷ്ട്രയിൽ 11 പശ്ചിമബംഗാളിലെയും മധ്യപ്രദേശിലെയും 8 വീതം മണ്ഡലങ്ങളിലും മെയ് 13-ന് വോട്ടെടുപ്പ് നടക്കും. എല്ലാ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെയും വോട്ടെടുപ്പ് 4ാം ഘട്ടത്തോടെ പൂർത്തിയാകും. ആന്ധ്രാപ്രദേശ്, ഒഡീഷ നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ വിജ്ഞാപനവും ഇതോടൊപ്പം പുറപ്പെടുവിച്ചു. ആന്ധ്രാപ്രദേശിന്റെ 175 നിയമസഭാ മണ്ഡലങ്ങളിൽ മെയ് 13-ന് ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ്. 4 ഘട്ടങ്ങളിലായി തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒഡീഷയിലെ 28 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ആദ്യഘട്ട വിജ്ഞാപനമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചത്. വോട്ടെടുപ്പിൽ EVM വോട്ടുകളും VVPAT സ്ലിപ്പുകളും പൂർണ്ണമായും പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികളിൽ സുപ്രീംകോടതിയിൽ ഇന്ന് വാദം പുനരാരംഭിക്കും. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് വാദം കേൾക്കുക. VVPAT സ്ലിപ്പുകളുമായി ഒത്തുനോക്കുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ ധരിപ്പിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള 13ാമത് സ്ഥാനാർത്ഥി പട്ടിക BJP പുറത്തിറക്കി. കേന്ദ്രമന്ത്രി നാരായൺ റാണെ മഹാരാഷ്ട്രയിലെ രത്നഗിരി സിന്ധുദുർഗ് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @All India Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന X ഹാൻഡിലും സന്ദർശിക്കാം. സമൂഹ മാധ്യമങ്ങളിലെ അശ്ലീല പോസ്റ്റിനെതിരെ വടകരയിലെ LDF സ്ഥാനാർത്ഥിയും മുൻ മന്ത്രിയുമായ KK ശൈലജ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തു. കോഴിക്കോട് നടുവണ്ണൂർ സ്വദേശിയായ ഗൾഫ് മലയാളി KM മിൻഹാജിനെ പ്രതിയാക്കിയാണ് മട്ടന്നൂർ പോലീസ് കേസെടുത്തത്. 10 ദിവസം മുൻപാണ് അശ്ലീല പോസ്റ്റിനെതിരെ ശൈലജ പോലീസിൽ പരാതി നൽകിയത്. ഇയാൾക്കെതിരെ കലാപാഹ്വാനം നടത്തിയതിനുള്ള വകുപ്പുകളും ചേർത്തിട്ടുണ്ട്. തൃശ്ശിവപേരൂരിൽ പൂരവിളംബരം. തൃശൂർ പൂരത്തിന്റെ വരവറിയിച്ച് നെയ്ത്തലക്കാവിലമ്മയുടെ തിടമ്പുമേന്തി ഗജവീരൻ എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുരനട തുറന്നു. പൂരത്തെ വരവേൽക്കാൻ തെക്കേ ഗോപുരനടയിൽ ആയിരക്കണക്കിന് ആളുകളാണ് ഒത്തുകൂടിയത്. നാളെയാണ് പ്രസിദ്ധമായ തൃശൂർ പൂരം. രാവിലെ 6 മുതൽ ചെറുപൂരം തുടങ്ങും. മഠത്തിൽ വരവ് രാവിലെ 11-നും ഇലഞ്ഞിത്തറമേളം 2-നുമാണ്. പ്രധാന ചടങ്ങായ കുടമാറ്റം വൈകിട്ട് 4-ന് നടക്കും. ബഹിരാകാശ മേഖലയിൽ 100% വരെ നേരിട്ടുള്ള വിദേശ നിക്ഷേപം അനുവദിക്കുന്നതിനുള്ള നിയമാവലികൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തു. ബഹിരാകാശ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ വിഭാഗങ്ങളിൽ വ്യത്യസ്ത തോതിലാണ് വിദേശ നിക്ഷേപം അനുവദിച്ചിരിക്കുന്നത്. ഉപഗ്രഹ നിർമ്മാണം, പ്രവർത്തിപ്പിക്കൽ, സാറ്റലൈറ്റ് ഡാറ്റ മേഖലകളിൽ 100%വും വിക്ഷേപണ വാഹന മേഖലയിൽ 49% വരെയും വിദേശ നിക്ഷേപം അനുവദിച്ചിട്ടുണ്ട്. കശ്മീർ താഴ്വരയിൽ ഭീകരരുടെ വെടിയേറ്റ് ബീഹാർ സ്വദേശി കൊല്ലപ്പെട്ടു. ദക്ഷിണ കശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിൽ ഇന്നലെ വൈകുന്നേരമാണ് സംഭവം. പോലീസ് ഉടൻ തന്നെ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രദേശത്ത് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഭീകരർക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. രാത്രി 7:30-നാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തി. UAE-യിൽ കനത്ത മഴയ്ക്ക് ശമനമായി. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചു. മലയാളികളടക്കം ആയിരക്കണക്കിന് ആളുകളാണ് മഴ മൂലം ദുരിതത്തിലായത്. 75 വർഷത്തിനിടയിലെ ഏറ്റവും കനത്ത മഴയാണ് ഇവിടെയുണ്ടായത്. കോടികളുടെ നാശനഷ്ടം സംഭവിച്ചതായാണ് വിലയിരുത്തൽ. ജനജീവിതം സാധാരണ നിലയിലാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഒമാനിലും വലിയ രീതിയിലുള്ള മഴക്കെടുതികളാണ് അനുഭവപ്പെടുന്നത്. വെള്ളപ്പൊക്കത്തിൽ ഒരു മലയാളി ഉൾപ്പെടെ 20ഓളം പേർക്ക് ജീവൻ നഷ്ടമായിരുന്നു. ജനസംഖ്യയിൽ ലോകത്ത് 1ാം സ്ഥാനത്തെത്തി ഇന്ത്യ. ഇന്ത്യയിലെ ജനസംഖ്യ 1.44 ബില്യൺ ആയതായി യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് UNFPA അറിയിച്ചു. ചൈനയെ പിന്തള്ളിയാണ് ഇന്ത്യ 1ാം സ്ഥാനത്തെത്തിയത്. 1.425 ബില്യനാണ് ചൈനയിലെ ജനസംഖ്യ. ഇന്ത്യയിലെ സാമൂഹിക സാമ്പത്തിക സാഹചര്യം മെച്ചപ്പെട്ടതും മാതൃമരണ നിരക്ക് കുറഞ്ഞതുമാണ് ജനസംഖ്യ ഉയരാൻ കാരണമെന്ന് UNFPA അറിയിച്ചു. രാജ്യത്ത് വരും ദിവസങ്ങളിൽ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പശ്ചിമബംഗാളിന്റെ തെക്കൻ പ്രദേശങ്ങൾ, ഒഡീഷ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശിന്റെ തീരദേശ മേഖല എന്നിവിടങ്ങളിൽ അടുത്ത 3 ദിവസം ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. ഈ പ്രദേശങ്ങളിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലെത്തുമെന്നാണ് മുന്നറിയിപ്പ്. പ്രധാന വാർത്തകൾ വീണ്ടും. 1ാം ഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന 102 മണ്ഡലങ്ങളിൽ നാളെ വോട്ടെടുപ്പ് നടക്കും. മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. തമിഴ്നാട്ടിലെ 39 മണ്ഡലങ്ങളിലും ലക്ഷദ്വീപിലും നാളെയാണ് വോട്ടെടുപ്പ്. 4ാം ഘട്ട തിരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. ബഹിരാകാശ മേഖലയിൽ 100% വരെ വിദേശ നിക്ഷേപം അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തു.
തൃശൂർ പൂരത്തിന്റെ വരവറിയിച്ച് പൂരവിളംബരം ഇന്ന് നടന്നു. ലോക പ്രശസ്തമായ തൃശൂർ പൂരം നാളെ. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.